ബഹുമാനമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമുക്ക് നെയ്തെടുക്കാനും റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ആ പുണ്യമായ മാസത്തിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത്. എത്രയോ നമ്മൾ ചിന്തിക്കണം, എത്രയോ റമളാനുകൾ നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. എന്നാൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളോടൊപ്പം നോമ്പ് നോറ്റിരുന്ന, നമ്മളോടൊപ്പം സഹകരിച്ചിരുന്ന, സംസാരിച്ചിരുന്ന, വർത്തമാനം പറഞ്ഞിരുന്ന നമ്മുടെ പലരും ഇന്ന് ഖബറിലാണ്. അവർക്ക് ഈ ഒരു കൊല്ലം നോമ്പ് നോക്കാൻ അവരെ കൊണ്ട് കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാം നഷ്ടമായി. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമളാനിന്റെ ആ വരവേൽപ്പിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാമാ ഉബൈദ് റഹിമഹുല്ലാഹ് എവിടെന്ന് പറഞ്ഞു പോയല്ലോ, പരിശുദ്ധമായ റമളാനെന്ന് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ഗഗനലോകത്തുള്ള മാലാകമാര് ദുആ ചെയ്യുമ്പോ ആ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് അവസരം കിട്ടിയ അൽഹംദുലില്ലാഹ്, നമ്മളെ പോലെ ഭാഗ്യമുള്ളവരാരുമില്ല. അതിനു വേണ്ടുന്ന ഒന്നാമത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞു പോയത് തൗബ ചെയ്യണമെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി കാത്തിരുന്നത് സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ റമളാനെന്ന് കടന്നു വന്നിട്ട് ആ റമളാനിന്റെ സന്തോഷത്തിലൂടെ വന്ന് കടന്നു പോകാൻ പറ്റാത്തവരെ പറ്റിയിട്ടാണ്, റമളാനിന്റെ പോരിഷയിലൂടെ പോകാൻ പറ്റാത്തവരെ പറ്റിയാണ്, റമളാനിന്റെ സുഖലോലുപതയിലൂടെ കടന്നു പോകാൻ പറ്റാത്തവരാണ്, തൗബ ചെയ്യാൻ പറ്റാത്തവരാണ്, നോമ്പ് നോക്കാൻ പറ്റാത്തവരാണ്. ആരാണ് ഹതഭാഗ്യവാന്മാർ? റമളാനെന്ന് കടന്നു വന്നാലും നോമ്പ് അവിടം സ്വീകരിക്കാത്ത, നിസ്കാരം സ്വീകരിക്കാത്ത, ഇബാദത്തുകൾ സ്വീകരിക്കാത്ത, സ്വതക്ക സ്വീകരിക്കാത്ത, നന്മകൾ സ്വീകരിക്കാത്ത വിഭാഗം 4 വിഭാഗം ആളുകളാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? പടച്ചവനെ, അവൻ ഒരുപാട് തെറ്റു ചെയ്തിട്ടുണ്ട് എങ്കിലും ആ റമളാനിൽ പോലും തെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ്. റമളാനായാലും ദേ പ്രശ്നമുള്ളത്, റമളാനായാലും ദാ കുഴപ്പമുള്ളത്, റമളാനാണെങ്കിലും തെറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവരാണോ? അവർക്ക് റമളാനിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. കാരണം റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കാലുകൊണ്ട്, കൽബ് കൊണ്ട്, കൈ കൊണ്ട് ചെയ്തു പോയ പാപങ്ങള്, ആ പാപങ്ങളെ മുഴുവനും കരിച്ചു കളയുന്ന, ആ പാപങ്ങളെ മുഴുവനും ഇല്ലാതാക്കുന്ന ഒരു മാസമാണ് റമളാൻ. ആ മാസത്തിലും നമ്മൾ തെറ്റിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിലോ അള്ളാഹുവിന്റെ മാലാകമാര് പറയുന്നു, നിനക്കൊരു സന്തോഷമില്ല, നിനക്കൊരു ആനന്ദമില്ല, നിനക്കൊരു സ്വർഗത്തിന്റെ പരിമളമില്ല. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് എന്ത് റമളാൻ, നോമ്പ് നോക്കുന്നുണ്ട്, പട്ടിണി ഇരിക്കുന്നുണ്ട്, വീണ്ടും ആ പഴയ തെറ്റ് തന്നെയാണ്, വീണ്ടും ആ പഴയ കുറ്റമാണെങ്കിൽ വീണ്ടും ആ പഴയ തെറ്റിലേക്ക് തന്നെയാണ് കടന്നു വരുന്നതെങ്കിൽ, ആ പഴയ തെറ്റിലേക്ക് തന്നെ വീണ്ടും അവൻ ഇങ്ങനെ കടക്കുകയാണെങ്കിൽ വല്ലാഹ് അവന്റെ പട്ടിണിയിരിപ്പ് വെറുതെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മൾ സ്വന്തമായി ചിന്തിച്ചു നോക്കിക്കേ, നമ്മളിങ്ങനെ കടന്നു പോകും. ഒരുപാട് റമളാനുകൾ, ഒരുപാട് മാസങ്ങൾ, ഒരുപാട് കൊല്ലത്തെ റമളാനിന്റെ നോമ്പുകൾ നമുക്കുണ്ട്. പക്ഷേ ആ നോമ്പിന്റെ ഒന്നും ഒരു മാധുര്യം നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. കാരണം എങ്ങനെയാ മനസ്സിലാകുന്നത്? ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾക്കൊന്നും ഒരു വ്യതിയാനം സംഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ നിസ്കാരം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അള്ളാഹു സ്വീകരിച്ചോ എന്നറിയുന്നത് എങ്ങനെയാണ്? വായിച്ചപ്പോ മനസ്സുവല്ലാതെ പിടഞ്ഞു
കുറഞ്ഞുപോയി. ഒരു മനുഷ്യന്റെ ഇബാദത്ത്, അള്ളാഹു നിസ്കാരമായാലും നോമ്പായാലും അള്ളാഹുവെ അവന്റെ ഇബാദത്തിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പാഠം. അവൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്ന് അവൻ പിന്മാറുന്നുണ്ടോ എങ്കിൽ അവന്റെ നിസ്കാരം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം. നോമ്പിലേക്ക് വന്നു, നോമ്പ് നോക്കുമ്പോ കഴിഞ്ഞു പോയ തെറ്റുകളിൽ നിന്ന് അവൻ വ്യതിചലിച്ച് മാറി നിൽക്കുന്നുണ്ട്. അവൻ നന്മയിലേക്കാണ് വരുന്നതെങ്കിൽ മനസ്സിലാക്കാം അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചുവെന്ന്. ഇനി അങ്ങനല്ല, നോമ്പ് വന്നിട്ടും അവൻ തെറ്റുകൾ തന്നെയാണ് ചെയ്തതെങ്കിൽ, അവൻ നിസ്കരിക്കുന്നു വീണ്ടും തെറ്റ് തന്നെയാണ് പറയുന്നത്, തെറ്റ് തന്നെയാണ് കേൾക്കുന്നത്, തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, എന്നാൽ അവനിക്ക് മനസ്സിലാക്കാം അല്ലാഹു അവന്റെ നിസ്കാരവും നോമ്പും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന്. വായിച്ചപ്പോ വല്ലാതെ മനസ്സ് പൊട്ടിപ്പോയി. അറിയാതെ ഒരുപാട് തിന്മകളിലൂടെ കഴിഞ്ഞു പോകുന്നവരാണ്. അതുകൊണ്ട് ഒന്ന്, റമളാൻ വന്നിട്ടും പാപത്തിൽ നിന്ന് മുക്തരാവാത്തവരാണോ അവർക്ക് രക്ഷയില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാത്തവരാണ്. റമളാൻ വന്നിട്ട് ഉമ്മാന്റെ പൊരുത്തമില്ല, റമളാൻ വന്നിട്ട് ഉപ്പാന്റെ പൊരുത്തമില്ല, റമളാൻ വന്നിട്ടും അവരോടൊന്ന് ചെന്നുകൊണ്ട് സംസാരിക്കാൻ മനസ്സ് വന്നില്ല, റമളാൻ കടന്നു പോയിട്ടും അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. രാവുകൾ ഇങ്ങനെ കടന്നുപോയി, പകലുകൾ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ ആ രാവുകളും പകലുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, എന്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? നോമ്പല്ലേ വരുന്നത്, അവരുടെ അരികത്തൊന്ന് പോകാമല്ലോ, അവരെ വന്ന് കാണാമല്ലോ, അവരുമായിട്ട് 5 മിനിറ്റെങ്കിലും ഒന്ന് ഇടപഴകിയിട്ട് പുന്നാര ഉപ്പയുടെ ഉമ്മയുടെ അരികത്തേക്ക് ഇരിക്കാമല്ലോ. അങ്ങനെ ഒരു ചിന്ത വന്നാൽ ആ ചിന്തയിലൂടെ അവരുടെ പൊരുത്തം മേടിച്ചാ നിനക്ക് രക്ഷയാണ്. ഇല്ലെങ്കിൽ നിന്റെ പട്ടിണി വെറുതെയാണ്, നിന്റെ നോമ്പ് അത് വെറുതെയാണ്. റമളാൻ വരാൻ അല്പനേരം ഉമ്മന്റെ അരികത്ത് പോയിരിക്കാം, അല്പനേരം ബാപ്പയുടെ അരികത്ത് പോയിരിക്കാം, പ്രിയപ്പെട്ടവരുടെ അരികത്ത് പോയിരിക്കാം എന്നുള്ള നീയത്തോടു കൂടിയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലാഹുവേ, അങ്ങനെ അവരോട് പൊരുത്തം കൂടെ ചോദിച്ചു പോയാൽ നിന്നെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അവരോട് പൊരുത്തം കൂടെ ചോദിച്ചു പോയാ അള്ളാഹുവിന് നിന്നെ വലിയ ഇഷ്ടാണ്. അവരോട് മിണ്ടിയിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, അവരോട് വർത്തമാനമൊന്നും പറഞ്ഞിട്ടില്ല. റമളാൻ വന്നിട്ട് പോലും അവരെ തിരിഞ്ഞു പോലും നോക്കാനുള്ള മനസ്സുണ്ടായിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് പരാജയത്തിന്റെ പടുകുഴിയാണ്. റമളാൻ വന്നു, മുമ്പിൽ വന്നു, നമുക്ക് അവരുടെ അരികത്ത് പോകാൻ മനസ്സ് വന്നില്ല, അവരോട് മിണ്ടാ നമുക്ക് മനസ്സ് വന്നില്ല. എന്നാൽ അല്ലാഹുവേ അവന്റെ നോമ്പ് വെറുതെയാണ്. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിലേക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് കടന്നു വരാത്തവരാണ്. എന്ത് കണ്ടാലും, എന്ത് തെറ്റ് കണ്ടാലും ആ തെറ്റിന്റെ കൂടെ കൂടുന്നവനാണ്, ആ തെറ്റുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നവനാണ്, അതുമായി ചർച്ചകൾ ചെയ്യുന്നവനാണ്. റമളാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിലിരുന്ന് മറ്റുള്ളവന്റെ ഫിത്ന പറയുന്നവർ, മറ്റുള്ളവന്റെ ഫസാദ് പറയുന്നവർ, പെങ്ങളെ ഇന്ന ബഅലല്ലന്നീസുമ്, കുറ്റം പറയുന്നതിനേക്കാൾ, ഫിത്ന പറയുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവമുള്ളത് അത് മറ്റുള്ളവരെ പറ്റി ഊഹിച്ചുണ്ടാക്കുന്നതാണ്. തെറ്റ് പറയുന്നതിനേക്കാൾ, തെറ്റ് കാണിച്ചു കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ ആളുകളെ പറ്റി ഊഹിച്ചുണ്ടാക്കല. ആ ഒരു ചിന്തയാണ് ഏറ്റവും വലിയ തിന്മയെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, അതൊരു വല്ലാത്ത പരാജയമാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തിൽ മാറ്റിക്കോ. ഒരു മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ നോമ്പ് കളയല്ലേ, നിങ്ങളുടെ നിസ്കാരം കളയല്ലേ, നിങ്ങളുടെ സ്വതക്ക കളയല്ലേ, നിങ്ങളുടെ അമാലുകൾ കളയല്ലേ, നിങ്ങളുടെ ഖുർആൻ ഓതലുകൾ കളയല്ലേ. നാലാമതായിട്ട് പറഞ്ഞ വിഭാഗം ആരെന്നറിയോ? കുടുംബത്തെ പിണക്കിയവരാണ്.
നാലാമത്തെ വിഭാഗം റമളാനിലേക്ക് വന്നിട്ടും ആ റമളാനിന്റെ പോരിഷ വരാതെ ആ റമളാനിന്റെ പരിപൂർണത കിട്ടാത്ത നാലാമത്തെ വിഭാഗമാരാ? മറ്റാരുമില്ല, കുടുംബ ബന്ധത്തെ മുറിച്ചവരാണ്. ഉമ്മന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടല്ല, ബാപ്പന്റെ അരികത്ത് പോകാൻ ഇഷ്ടല്ല, പ്രിയപ്പെട്ടവരുടെ അരികത്ത് പോകാൻ ഇഷ്ടമല്ല. പോകുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളെ കൂടെ അവിടെ നിന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അല്ലാ, അങ്ങനത്തെ ഒരവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ. ഇന്ന് മക്കളോട് പറഞ്ഞു വിലക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളോട് പറഞ്ഞു വിലക്കുന്ന ബാപ്പമാരുണ്ട്. എന്നാൽ പെങ്ങളെ, നാളെ ഈ മക്കൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയുന്ന ഒരു ദിവസം വരും. ഈ മക്കൾ പറയുന്നു, അല്ലാ, ഞങ്ങളോട് കുടുംബബന്ധം ചേർക്കണ്ടെന്ന് പറഞ്ഞത് ഉമ്മയാണ്, മിണ്ടണ്ടെന്ന് പറഞ്ഞത് ഉപ്പയാണ്. അതുകൊണ്ട് പടച്ചോനെ, ഇവരെ നീ വെറുതെ വിടല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ നമുക്ക് വിജയിക്കണ്ടേ സഹോദരങ്ങളെ? ചില ഉമ്മമാര് പറയും, നീ ഞാൻ വഴിക്ക് പോകരുത്. മൂത്താപ്പാടെ മോനൊക്കെ ശരിയാണ്, അവനോട് മിണ്ടൊന്നും വേണ്ട, വലിയ അടുപ്പൊന്നും വേണ്ട. എന്തിനാ? മക്കൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഉമ്മ, മക്കൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഉമ്മ മക്കളോട് പറയുന്നൊരു വാക്കുണ്ട്, മക്കളെ, കുടുംബ ബന്ധത്തെ മുറിച്ചു കളയല്ലേ, നിങ്ങൾ പിണങ്ങല്ലേ, പരസ്പരം നിങ്ങൾ പിണങ്ങിക്കഴിയല്ലേ, നിങ്ങൾ എപ്പോഴും മിണ്ടുന്നവരാകണം, കുടുംബത്തെ ചേർക്കുന്നവരാകണം, പരസ്പരം ദുആ ചെയ്യുന്നവരാകണം. ഇങ്ങനെ പറയുന്ന ഉമ്മയാണ് മക്കൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഉമ്മ. മക്കൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ഉമ്മന്റെ വാക്കെന്താ? മക്കളെ, നിങ്ങൾ കുടുംബബന്ധത്തെ മുറിക്കരുത്, നിങ്ങൾ കുടുംബബന്ധത്തെ നിങ്ങൾ ചേർക്കണം, ആ ബന്ധത്തെ മുറിച്ച വല്ലാത്ത നഷ്ടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നല്ല നീയത്തോടെ കടന്നു വന്നോ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലാഹുവേ, നമ്മുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഈ കാര്യങ്ങളെയൊക്കെ സൂക്ഷിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബർ സന്തോഷമാകാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാവരും നല്ല മനസ്സോടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 محمد رسول الله الله سبحانه وتعالى എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളെ അല്ലാഹു തആല സഫലമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. اللهم أنت ولينا في الدنيا والآخرة توفنا مسلما والحقنا بالصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. പടച്ചോനെ, മരിക്കുന്നത് വരെ ഒരു മഖ്ലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അങ്ങനത്തെ ഒരു രോഗങ്ങളോ ഒരു സങ്കടങ്ങളോ ഒരു കണ്ണീരുകളോ തന്നുകൊണ്ട് ഞങ്ങളാരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ, ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ് റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ, വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞ് പള്ളിക്കാട്ടിലുണ്ട്. അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, പരാജയപ്പെടുത്തി കളയല്ലേ അല്ലാ, സങ്കടത്തിലാക്കല്ല റബ്ബേ, ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ. അല്ലാഹുവേ, ആവലാദികളും വേവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്ന് ഞങ്ങളാരെയും നിന്റെ നരകത്തിന്റെ പടുകുഴിയിൽപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. അങ്ങനത്തെ ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാര് കൂട്ടുകുടുംബാദികള് ബന്ധുമിത്രാദികള് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണം റഹ്മാനെ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ആ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ തന്നിട്ടുള്ള ഈമാന്
നീ എടുത്ത് കളയല്ല റബ്ബേ, നീ മാറ്റിക്കളയല്ല റബ്ബേ. ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് പാപികളാണ്, ഞങ്ങള് ദോഷികളാണ്. നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ചു കൊണ്ടിരിക്കുന്നവരാളെയും നീ പാഴാക്കല്ല അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.